പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കാരണം റൂഹാമിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓശാന ഞായർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ആഴ്ചയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എത്രമാത്രം ഒരുക്കത്തോടും ത്യാഗത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഉത്ഥാന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന പുണ്യദിനങ്ങൾ. ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്നിരുന്ന് അവൻ്റെ കുരിശിലെ ആ ചങ്കിൻ്റെ ആ ഒരു ചങ്ക് പിടഞ്ഞ് രക്തം നമുക്ക് വേണ്ടി ചിന്തി രക്ഷിച്ച രക്ഷകനായ യേശുവിനെ ഓർക്കുന്ന ദിവസങ്ങളാണ്. ഓശാന ഞായർ നമുക്കറിയാം. കഴുതയെ കർത്താവ് പറഞ്ഞു, ആ കഴുതയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇതാണ് ഞങ്ങളുടെയൊക്കെ ദൈവവിളി. എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ദൈവവിളിയുടെ കാതൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനാവുന്ന ഈ കഴുതയെ ദൈവത്തിന് യേശുവിനെ ആവശ്യമുണ്ട്. എന്തൊക്കെയോ ഇനി ചെയ്യാനുണ്ട്. നമുക്കറിയാം, കഴുതപ്പുറത്ത് കർത്താവ് കയറി. ഓശാനയായ കർത്താവ് കഴുതപ്പുറത്ത് പോയി എല്ലാവരും ഞങ്ങളെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ, ഓ ജീസസ് സേവ് മീ നൗ, എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് ഓശാന ഓശാന എന്നാർക്ക് വിളിച്ചു. സിസ്റ്റിൻ്റെ ദിവസം ഇട്ടിരുന്നു ഓശാന, ഓ ജീസസ് സേവ് മീ നൗ. ഓശാന എന്ന വാക്ക് 1000 തവണ നമുക്കിരുന്ന് എഴുതാം. പ്രേക്ഷിതരും കോൺവെന്റിലെ പല സിസ്റ്റേഴ്സും 1000 തവണ സിസ്റ്റം എഴുതുകയായിരുന്നു. ഇത്രയും നേരം എഴുതുകയായിരുന്നു. ഓശാന 1000 തവണ. ഓ യേശുവേ ഞങ്ങളെ രക്ഷിക്കണം. ഈ കഴുതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ കഴുത ഒരുപാട് പൂക്കൾ എറിഞ്ഞും തുണികൾ വിരിച്ചും കുരുത്തോല അവരെ ആട്ടിയൊക്കെ യേശുവിനോടുള്ള സ്നേഹ പ്രകടനങ്ങൾ ഈ കഴുത കണ്ട് പിറ്റേ ദിവസം അതേ തെരുവീതിയിലൂടെ ഈ കഴുത, തമാശയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിലും ഈ കഴുത അതേ തെരുവീതിയിലൂടെ പോവുകയായിരുന്നു. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് ഇന്നലത്തെ ആരവൊന്നും ഇന്ന് കാണുന്നില്ലല്ലോ എന്ന് കഴുത കരുതി. എന്നാൽ ചില ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കാമെന്ന് കരുതി കഴുത ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ കഴുതയുടെ ഈ ശബ്ദം, അപശബ്ദവും ഈ ആർക്കും സഹിക്കാൻ പറ്റാത്ത ശബ്ദം കേട്ട് എല്ലാവരും പിന്നെ കഴുതയെ കല്ലെറിയാൻ തുടങ്ങി. അപ്പോൾ കഴുത ഓടിപ്പോയി. കഴുത പിന്നീട് ചിന്തിച്ചു, എൻ്റെ കഴുതപ്പുറത്ത് ഇന്ന് ആരുമില്ല. ഇന്നലെ ഇരുന്നവൻ ലോകരക്ഷകനാണ്, ലോകാധിപതിയാണ്. ഈ ലോകരക്ഷകൻ കഴുതപ്പുറത്തിരുന്ന് സവാരി ചെയ്തത് കൊണ്ടാണ് ഇത്രമാത്രം അവരെ ആർത്തു വിളിക്കുകയും രക്ഷിക്കണമേ എന്ന് പറയുകയും പൂക്കളെറിയുകയും തോരണങ്ങൾ ചാർത്തുകയും കുരുത്തോല വീശി അവർ സ്നേഹം പ്രകടിപ്പിക്കുകയും ഗാനമാലപിക്കുകയും നൃത്തമാടുകയും തപ്പുകൊട്ടൊക്കെ ചെയ്തത്. എൻ്റെ കഴുതപ്പുറത്ത്, കഴുതയാകുന്ന എൻ്റെ പുറത്ത് ഒരു ദൈവം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ദൈവമില്ലാതെ, യേശു ഇല്ലാതെ നമ്മൾ ചില യാത്രകൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എപ്പോഴും യേശു നമ്മുടെ കഴുതപ്പുറത്ത് ഇരിക്കണം. ഞാനാകുന്ന കഴുതയുടെ പുറത്ത്. അങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് യേശു നമ്മെ വിളിച്ചു കൊണ്ടുവന്നത്. ഒരുപാട് മക്കളുണ്ട്, അയൽപ്പക്കത്തുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്നെ തന്നെ നോട്ടമിട്ടത് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന്, നീയാവുന്ന കഴുതയുടെ പുറത്ത് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന് യേശു ഓർമ്മപ്പെടുത്തിയായിരുന്നു. ഒരുപാട് സഞ്ചരിച്ചു. കർത്താവിന് വേണ്ടി മാത്രം ഫുൾ ടൈമറായിട്ട് ഈ 10 കൊല്ലം നീക്കി വെച്ചപ്പോഴാണ് യേശു കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത്. പരിശുദ്ധ അമ്മയും വഹിച്ചുകൊണ്ടുള്ള യാത്ര 10 വർഷം പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു കഴുതപ്പുറത്തുണ്ട് എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അവൻ പറയുന്നിടത്തേക്കൊക്കെയുള്ള ഈ യാത്രയിലൊക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ യേശു കൊണ്ട് നടന്നു. യേശു ഏകരക്ഷകൻ, യേശുവാണ് എൻ്റെ സഹായകൻ, എൻ്റെ കോട്ടയും എൻ്റെ എല്ലാം.
യേശുവാണ് എൻ്റെ യഥാർത്ഥ സ്നേഹിതൻ മണവാളൻ. ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ യേശു ഞാനാവുന്ന കഴുതപ്പുറത്ത് ഇല്ലെങ്കിൽ ഈ കഴുതയ്ക്കുണ്ടായ അഹങ്കാരവും കഴുതയ്ക്ക് ലോകത്തിൻ്റെ ഏറ് കിട്ടിയതും വളരെ വ്യക്തമാണ്. കഴുത പിന്നീട് മനസ്തപിച്ചു, എന്നെയല്ല ലോകം ആദരിച്ചത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ട് ധ്യാനഗുരുക്കന്മാർ അല്ലെങ്കിൽ കാർമൽ സിസ്റ്ററിൻ്റെ ചാനൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ കാർമൽ സിസ്റ്റർ കൈവച്ചപ്പോൾ ആ അച്ഛൻ കൈവച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ജനം സാക്ഷ്യം പറയുമ്പോൾ ഈശോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. കാരണം ഈശോയാണ് അവിടെ പ്രവർത്തിച്ചത്. സിസ്റ്ററുടെ ധ്യാനങ്ങൾക്ക് ഒരിക്കലും സാക്ഷ്യം പറയിപ്പിക്കില്ല. ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം. കൗൺസിലിങ്ങിന് കിട്ടി, കുർബാനയിൽ കിട്ടി, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ടോക്കിന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുമൊക്കെ ആവാം. പക്ഷെ ഒരിക്കലും ഞങ്ങൾ സാക്ഷ്യം പറയില്ല. സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ തന്നെ ആൾ ദൈവങ്ങളായിട്ട് പോകാൻ സാധാരണക്കാരായ വ്യക്തികളാണ് ധ്യാനം കൂടാൻ വരുന്നത്. അവരുടെ ശുദ്ധഹൃദയവും ശുദ്ധ വിശ്വാസവുമാണ്. അതുകൊണ്ട് എല്ലാ മഹത്വവും ഗ്ലോറി ടു ജീസസ് ഇൻ ദ ഹയസ്റ്റ്. എല്ലാ മഹത്വവും യേശുവിന് മാത്രം. മഹത്വം യേശുവിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഇന്ന ദിവസം ഓശാന ഓ ജീസസ് ആമേൻ. ഓശാന എന്ന വാക്ക് 1000 തവണ നമുക്ക് എഴുതാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശ്വര സ്നേഹപ്രകടനങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന ദിവസം ഓശാന ഓശാന ഓശാന. എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ, എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ. ആമേൻ. ഈശോയിലേക്ക് ഉറ്റുനോക്കാം. കരുണ മാത്രം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ, അവിടുത്തെ കരുണ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. മറ്റൊന്നും നമുക്ക് ശാശ്വതമല്ല. ദിവ്യകാരുണ്യനാഥൻ്റെ ആ കാരുണ്യം മാത്രമാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ. എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോഴും ഒറ്റയ്ക്കാക്കുമ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും ഒക്കെ മർദ്ദിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും യേശുവിൻ്റെ കരുണയാണ് പിടിച്ചു നിൽക്കാൻ ശക്തി ലഭിക്കുന്നത്. ആമേൻ. എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള സമയം ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരിക്കാം. നിങ്ങളുടെ ഹൃദയം മുഴുവൻ ഇവിടെ ചൊരിയുക, ദിവ്യകാരുണ്യത്തിലേക്ക് ചൊരിയുക. ആമേൻ.
ഈശോയെ തന്നെ നമുക്ക് നോക്കിയിരിക്കാം. ഈശോയെ, നിന്നെ തന്നെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു. ഈശോയെ, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും രാജാവെന്ന് ഏറ്റുപറയുന്നു. ഓരോ ശ്വാസത്തിലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരുപാട് മക്കൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് യേശുവേ. ആ മക്കളുടെ കണ്ണുനീരും രോദനവും വേദനയുമെല്ലാം ഇവിടെ സമർപ്പിക്കുന്നു യേശുവേ. അങ്ങെല്ലാം അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവേ. അങ്ങനെയുള്ള വിശ്വാസം ഏറ്റുപറയുന്നു ഈശോയെ. ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു യേശുവേ.